വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തെളിവ് ശാലിനി ആദ്യം കൊണ്ടുവയ്ക്കുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് തെളിവാണ് ആദ്യം കിറ്റിലാക്കി ഡ്രോയറിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. ആ കഥയാണ് ശാലിനി സുസ്മിതയോട് പറയുന്നത്. അതിനുശേഷം ആദ്യം ആ ഡ്യൂപ്ലിക്കേറ്റ് തെളിവ് മാറ്റി വീണ്ടും സുസ്മിത വേറൊരു തെളിവ് അവിടെ വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ശാലിനി റൂമിന് പുറത്തുനിന്ന് കാണുകയാണ്. തുടർന്ന് ഒറിജിനൽ തെളിവ് തന്നെ വീണ്ടും ശാലിനി സുസ്മിത പോയ ശേഷം ആ ഡ്രോയറിലേക്ക് വയ്ക്കുകയാണ്. ആ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം സുസ്മിതയോട് പറയുന്നുണ്ട്, നിനക്ക് കിറ്റ് മാറ്റി വെക്കാനായിട്ട് ഞാനൊരു അവസരം തന്നതാണ്. പിന്നെ നീ ആ തെളിവ് മാറ്റി വെച്ചു. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം നിനക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ മുമ്പിൽ എനിക്ക് ആ തെളിവുകൾ സൂക്ഷിക്കാനായതെന്ന്. പിന്നെ ഷെർലക് ഹോംസ് ഒന്നും ആകാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ അമ്മയും ഒരു IAS തന്നെയാണ്. ഇന്ത്യൻ അടുക്കള സർവീസ് വെട്ടിയെരിഞ്ഞ് ഞണ്ണാൻ മാത്രം അറിയാവുന്ന നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാകില്ല. വളയിട്ട കൈയിൽ നിനക്കിനി വിലങ്ങ് വീഴാനുള്ള സമയമായി. ക്ലൈമാക്സിൽ നിനക്ക് സെൻട്രൽ ജയിൽ തന്നെയാണ്. അങ്ങനെയൊക്കെ കുറേ പഞ്ച് ഡയലോഗൊക്കെ ശാലിനി സുസ്മിതയോട് പറയുന്നുണ്ട്. എന്നിട്ട് റൂം വിട്ട് പോവുകയാണ്. അന്നേരം ആകെ ടെൻഷൻ ആവുന്നുണ്ട് സുസ്മിത. ഇനി എന്ത് ചെയ്താണ് ആ തെളിവ് മാറ്റുക എന്നുള്ള അടുത്ത ഒരു ലക്ഷ്യത്തിലേക്കാണ് സുസ്മിത പോകുന്നത്. തുടർന്ന് കാണിക്കുന്നത് ശാലിനി സത്യഭാമയ്ക്ക് ടാബ്ലറ്റ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അന്നേരം എന്താണെന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമയ്ക്കുള്ള ടാബ്ലറ്റാണ്. എന്നോടുള്ള ദേഷ്യം ടാബ്ലറ്റിനോട് കാണിക്കണ്ട, ഇത് കഴിക്കണമെന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. അന്നേരം എന്തും കാണിച്ചിട്ട് നീ ഇങ്ങനെ നിൽക്കുന്നല്ലോ, നിൻ്റെ നാവാണ് നിന്നെ രക്ഷിക്കുന്നത്, അതൊക്കെ തെളിയാൻ പോവുകയാണ്. പോലീസുകാർ അന്വേഷിക്കുകയല്ലേ, അപ്പോൾ പിന്നെ വിഷം ചേർത്തത് ആരാണെന്ന് തെളിയാൻ പോവുകയാണ്. ശിക്ഷ നിനക്ക് തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ശാലിനിയെ വഴക്ക് പറയുന്നുണ്ട്. അന്നേരം കുറ്റം ചെയ്തവർ മാത്രമല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഞാനാണ് തെറ്റ് ചെയ്തതെങ്കിൽ സത്യാമ്മയ്ക്ക് അത് ആരോഗ്യത്തോടെ നിന്ന് കാണാമല്ലോ. തൽക്കാലം ഇത് കഴിക്കണം എന്ന് പറഞ്ഞ് മേശപ്പുറത്തേക്ക് ആ ഗ്ലാസ് വെള്ളവും ടാബ്ലറ്റും ശാലിനി വെച്ച ശേഷം ശാലിനി പുറത്തേക്ക് പോയങ്ങ് വിഷമിച്ചിരിക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമ അവിടെ ഇരിക്കുകയാണ്. മരുന്ന് കഴിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. തുടർന്ന് കാണിക്കുന്നത് ഓട്ടോയിൽ സുസ്മിത ആകെ ടെൻഷൻ അടിക്കുക. ഫോറൻസിക് ഉദ്യോഗസ്ഥരെ തിരക്കി പുറപ്പെടുകയാണ്. ആ വിഷക്കുപ്പിയിൽ എൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ ലാബിൽ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ പെടും. ശാലിനി കൊടുത്ത തെളിവിൽ അതുണ്ട്. എന്ത് വില കൊടുത്തും അവരെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് റോഡിൻ്റെ ഇരുവശങ്ങളിലും ഓട്ടോയിലിരുന്ന് അവരെ അന്വേഷിച്ച് ഓട്ടോയിൽ പുറപ്പെടുകയാണ് സുസ്മിത. ഈ സമയത്ത് ഒരു സൈഡിൽ വണ്ടി നിർത്തി സർബത്ത് കുടിക്കാനായിട്ട് ആ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നുണ്ട്. തുടർന്ന് അവരുടെ വണ്ടി കാണുന്ന സുസ്മിത അവിടെ ഓട്ടോയിൽ ഇറങ്ങുകയാണ്. അന്നേരം ഓട്ടോ കാശ് കൊടുക്കാതെ പോകുമ്പോൾ കൊച്ചേൻ്റെ കാശ് തന്നില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ആദ്യം 50 രൂപ കൊടുത്തിട്ട് സുസ്മിത പോകാൻ തുടങ്ങുകയാണ്. അന്നേരം എൻ്റെ കൊച്ച ഇത് പോരാ, നാട് മൊത്തം കറങ്ങിയതല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം അതിങ്ങ് തന്നേന്നും പറഞ്ഞ് ദേഷ്യത്തിൽ വാങ്ങിച്ചിട്ട് 500 ഒരു നോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സുസ്മിത അങ്ങ് വേഗത്തിൽ നടക്കുകയാണ്. അന്നേരം കൊച്ചയെന്ന് വീണ്ടും ആ ഓട്ടോക്കാരൻ വിളിക്കുകയാണ്. എന്താ അതും പോരേന്നും പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് സുസ്മിത. അന്നേരം ഇത് കൂടുതലാണ്, ബാക്കി വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാക്കി താൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ സുസ്മിതയുടെ ലക്ഷ്യം അതിൽ നിന്നും ആ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഓട്ടോക്കാരനെ എങ്ങനെയും ഒഴിവാക്കി വിട്ടിട്ട് ആ കാറിൻ്റെ ബാക്കിലൂടെ ചെന്നിട്ട് ആ തെളിവുകൾ എടുക്കാനായിട്ട് സുസ്മിത ശ്രമിക്കുകയാണ്. തുടർന്ന് ബാക്ക് സീറ്റിലിരിക്കുന്ന ഫയലും കിറ്റുമൊക്കെ സുസ്മിത കാണുന്നുണ്ട്. ആഹാ, ഇതിവിടെ ഇരിപ്പുണ്ടോ, എൻ്റെ ജോലി എളുപ്പമായി എന്നും പറഞ്ഞ് ഡോറ് തുറക്കാനായിട്ട് സുസ്മിത ഒരുങ്ങുമ്പോൾ ആ ഉദ്യോഗസ്ഥരിൽ കടയിൽ നിൽക്കുന്ന ഒരാൾ എൻ്റെ ഫോൺ വണ്ടിയിലിരിക്കുകയാണ്, എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് കാറിനടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം അത് സുസ്മിത കാണുന്നുമുണ്ട്. തുടർന്ന് ബാക്കിലേക്ക് സുസ്മിത മറഞ്ഞു നിൽക്കുകയാണ്. അയാൾ ഫ്രണ്ട് സീറ്റിൽ വന്ന് ആ ബാക്ക് സീറ്റിൽ തന്നെ ഫയലിൻ്റെ മുകളിലിരിക്കുന്ന മൊബൈൽ എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ആകെ ടെൻഷൻ അടിച്ചാണ് സുസ്മിത ഒളിഞ്ഞു നിൽക്കുന്നത്. തുടർന്ന് അയാളങ്ങ് പോയ ശേഷം ആഹാ, എൻ്റെ തെളിവുകൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ, ഇനി എടുക്കാൻ എളുപ്പമായി എന്നും പറഞ്ഞ് ഡോറ് തുറക്കുകയാണ് സുസ്മിത. തുടർന്ന് സുസ്മിത ഡോറ് തുറന്ന് ആ ഫയൽ എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും പുറകിലൂടെ വന്ന് രോഹിത് തോളി പിടിക്കുകയാണ്. അന്നേരം രോഹിത്തിനെ കണ്ട് പേടിച്ചങ്ങ് പരിഭ്രമിച്ച് പുറകോട്ട് സുസ്മിത മാറുന്നുണ്ട്. നീ എന്നെ ചതിച്ച് കടന്നു കളയാമെന്ന് വിചാരിച്ചല്ലേ, നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് നീ കരുതിയല്ല, എന്തിനാടി നീ എന്നെ ചതിച്ചതെന്നും പറഞ്ഞ് ആകെ ദേഷ്യം കൊണ്ട് സുസ്മിതയെ പിടിച്ച് കുലുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രോഹിത്. അന്നേരം പെട്ടെന്ന് രോഹിതിൽ നിന്നും കുതറി മാറുമ്പോൾ സുസ്മിത റോഡിലേക്ക് അങ്ങ് വീഴുകയാണ്. അവിടെ ഇരുന്ന് തന്നെ സുസ്മിത ബേക്കിലോട്ട് ഇരുന്ന് നിരങ്ങുന്നു. അതിനുശേഷം പതിയെ എഴുന്നേൽക്കുകയാണ്. സുസ്മിത പേടിച്ചൊരു ഭാഗം തന്നെയാണ്. രോഹിത് മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് രോഹിതിനെ പിടിച്ചൊരൊറ്റ തള്ളിയ ശേഷം സുസ്മിത മുന്നോട്ട് ഓടുകയാണ്. ആ കാറിൻ്റെ സൈഡിലേക്ക് തന്നെ രോഹിത് ചെന്ന് വീഴുന്നുണ്ട്. പക്ഷെ രോഹിത് സുസ്മിതയുടെ പുറകെ കുറേ ദൂരം ഓടുന്നുണ്ട്.
തുടർന്ന് കുറേ ദൂരം ഓടിയ ശേഷം ഒരു വളവിൽ വെച്ച് സുസ്മിതയെ കടന്നു പിടിക്കുന്നുണ്ട് രോഹിത്. നീ എൻ്റെ കൂടെ വാടി, നിന്നെ ഞാൻ അങ്ങനെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് സുസ്മിത രോഹിത് പിടിച്ചങ്ങ് വലിക്കുകയാണ്. പക്ഷേ സുസ്മിത രോഹിത്തിനെ വീണ്ടും തള്ളി മാറ്റി റോഡിലേക്ക് ഇട്ട ശേഷം വീണ്ടും ഓടുകയാണ്. കുറച്ച് ദൂരം എത്തിയ ശേഷം സുസ്മിത കുറേ കാറുകൾ നിരത്തിയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ മറവിലേക്ക് ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് കാണാതെ രോഹിത് മുന്നോട്ട് ഓടുകയാണ്. ആ കാറുകളൊക്കെ കഴിഞ്ഞ ശേഷം രോഹിത് മുന്നോട്ട് ചെന്ന് നോക്കുന്നുണ്ട്. ഇവളത് എവിടെ പോയി എന്നും പറഞ്ഞ് മുന്നോട്ടങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേക്കിലെ കാറിൻ്റെ മറവിൽ നിൽക്കുന്ന സുസ്മിത, ഇവൻ എന്താ പോവാത്തത്, ഒരു പാണ്ടിലോറിയായിട്ട് വന്ന് ഇവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായെങ്കിൽ എന്ന് കുറേ നേരം ഓർത്തിട്ട് ഇവൻ അല്ലെങ്കിൽ ഇവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് സുസ്മിത തിരിഞ്ഞ് വന്ന വഴിയെ പിറകിലോട്ട് ഓടുകയാണ്. അന്നേരം തിരിഞ്ഞു നോക്കുന്ന രോഹിത് അത് കാണുന്നുണ്ട്. എടി സുസ്മിതയെ നിൽക്കടി എവിടെയെന്ന് പറയുമ്പോൾ ഒരു നിമിഷം സുസ്മിത പേടിച്ച് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും സുസ്മിത ഓടുകയാണ്. പിന്നാലെ രോഹിത്തും ഓടുന്നുണ്ട്. അവസാനം സുസ്മിത ഓടി ഓടി സത്യഭാമയുടെ വീട്ടിലേക്ക് ഒരുവിധം എത്തുകയാണ്. പുറകത്തെ തന്നെ രോഹിത്തുണ്ട്. പക്ഷേ സത്യഭാമയുടെ വീട്ടിലേക്ക് സുസ്മിത കയറുന്നത് രോഹിത്ത് കാണുന്നില്ല. തുടർന്ന് രോഹിത് സത്യഭാമയുടെ വീട് കഴിഞ്ഞ വഴിയിലൂടെ അങ്ങ് പോകുന്നുണ്ട് സുസ്മിതയെ തേടി. ഇതേസമയം സുസ്മിത വീടിനകത്തേക്ക് കയറാനായിട്ട് വരുമ്പോൾ വിഷ്ണു ഫോണിൽ സംസാരിച്ചു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ സുസ്മിത പെട്ടെന്ന് മുറ്റത്ത് കിടക്കുന്ന കാറിൻ്റെ മറവിലേക്ക് തന്നെ നിൽക്കുന്നുണ്ട്. ഈശ്വര, വിഷ്ണുവേട്ടൻ മുന്നിലേക്ക് പോയ വിഷ്ണുവേട്ടൻ, പിറകിലോട്ട് പോയ രോഹിത്ത്. ഇപ്പോൾ ചെകുത്താനും കടലിനും നടുക്കുപെട്ട സ്ഥിതിയായല്ലോ. ഓടി അകത്തേക്ക് കയറിയില്ലെങ്കിൽ രോഹിതിൻ്റെ മുമ്പിൽ തന്നെ ചെന്ന് പെടേണ്ടി വരും. ഇനി ഓടി ചെല്ലുമ്പോൾ എന്തിനാ പേടിച്ചോടുന്നതെന്ന് വിഷ്ണുവേട്ടൻ ചോദിക്കുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് കാറിൻ്റെ പിറവിലേക്ക് തന്നെ സുസ്മിത നിൽക്കുന്നുണ്ട്. അതേസമയം വിഷ്ണു ഫോണിൽ സംസാരിച്ച് ചുറ്റും ശ്രദ്ധിക്കാതെ നടന്ന് മുന്നോട്ട് വരികയാണ്. അന്നേരം കാറിൻ്റെ പിറകിലൂടെ സുസ്മിത ഒരുവിധം ഓടിയങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. ഇതേസമയം വിഷ്ണു കമലിനോട് ഏതോ വണ്ടി വാങ്ങുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വിഷ്ണു ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഗേറ്റിന് അടുത്തേക്ക് പോകുന്നുണ്ട്. ഇതേസമയം മുകളിലേക്ക് അകത്തേക്ക് കയറിപ്പോയ സുസ്മിത ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വിഷ്ണുവിനെ രോഹിത്തിനെ കാണുമോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് മുന്നോട്ട് പോയ രോഹിത് തിരികെ ഗേറ്റിന് അടുത്ത് നിന്ന് കറങ്ങുന്നുണ്ട്. പക്ഷേ ആദ്യം അവർ തങ്ങളിൽ കാണുന്നില്ല. ഈശ്വര, ഇവർ തങ്ങളിൽ കൂട്ടിയിടിക്കുമോ എന്ന് മുകളിൽ നിന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് രോഹിത് ഗേറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ സുസ്മിത ഒന്ന് ആശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതേപോലെ രോഹിത് തിരികെ വീണ്ടും വരികയാണ്. അന്നേരം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷ്ണു പെട്ടെന്ന് രോഹിത്തിനെ ശ്രദ്ധിക്കുന്നുണ്ട്. രോഹിത്തെ എന്ന് ഫോൺ വെച്ച ശേഷം വിഷ്ണു വിളിക്കുകയാണ്. അന്നേരം ബ്രോ എന്നും പറഞ്ഞ് രോഹിത് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം സുസ്മിത ആകെ ടെൻഷനാവുകയാണ്. അന്നേരം ഇയാൾ എന്താ ഇവിടെ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയെ ഞാൻ കണ്ടു, അവൾ ഈ വഴി ഓടിപ്പോയി എന്ന് പറയുകയാണ്. അന്നേരം ആഹാ, ഈ വഴിയോ, താൻ അവളെ തന്നെയാണോ കണ്ടതെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അതെ, എനിക്ക് കണ്ടാൽ തെറ്റില്ല എന്ന് രോഹിത് പറയുകയാണ്. അന്നേരം നമുക്ക് കണ്ടുപിടിക്കാം, പിന്നെ ഈ സുസ്മിത അന്വേഷിക്കൽ മാത്രമേ ഉള്ളൂ തൻ്റെ പണിയെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവരുടെ സംസാരമൊക്കെ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് സുസ്മിത ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ, ചിലവിനുള്ള കാശൊക്കെ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം പോക്കറ്റിലൊന്ന് തപ്പിയിട്ട് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങ് മുഖം തിരിക്കുന്നുണ്ട്. വിഷ്ണുവിന് മുഖം കൊടുക്കുന്നില്ല. അന്നേരം വിഷ്ണുവിന് മനസ്സിലാകുന്നുണ്ട് ആളിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന്. തുടർന്ന് പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് രോഹിത്തിന് നേരെ നീട്ടുകയാണ്. എന്നാൽ ഇത് വെച്ചോ എന്നും പറഞ്ഞ്. അന്നേരം പാമ്പിന് വീണ്ടും പാല് കൊടുക്കുന്നോ എന്ന് സുസ്മിത മുകളിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട്. അന്നേരം വേണ്ട ബ്രോ, എൻ്റെ ഉണ്ട് എന്നൊക്കെ രോഹിത് പറയുകയാണ്. അന്നേരം താൻ വെച്ചോ, ചിലവില്ലേ, പിന്നെ ബ്രോ എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് രോഹിത്തിന് പൈസ കൊടുക്കുകയാണ് വിഷ്ണു. അന്നേരം രോഹിത്തിനും ആകെ ഒരു സങ്കടഭാവം മുഖത്ത് വരുന്നുണ്ട്. വിഷ്ണു അത് കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല. തുടർന്ന് താൻ വിട്ടോ, നമുക്ക് സുസ്മിതയെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് വിഷ്ണു. രോഹിത് പോയ ശേഷം വിഷ്ണു പറയുന്നുണ്ട്, പാവം പട്ടിണിയാണെങ്കിലും അത് പുറത്ത് പറയാനായിട്ട് ആത്മാഭിമാനം അനുവദിക്കുന്നില്ല. ഈ പാവത്തെ ചതിച്ചവൾ ആരായാലും ദൈവം അവൾക്ക് ഉള്ളത് കൊടുക്കുമെന്ന് വിഷ്ണു ഒരു ശാപവാക്ക് പോലെ പറയുന്നുണ്ട്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്